ലാലേട്ടനൊരു ഇന്റർവ്യൂവിൽ ഇവരുടെ കാര്യമൊക്കെ പറയുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറയണ്ടത്. ജഗദീഷ് ചേട്ടനാണെങ്കിലും പിന്നെ സെന്റേട്ടനാണെങ്കിലും ശ്രീനിവാസൻ സാറാണെങ്കിലും ഒക്കെ ഭയങ്കര ക്ലോസ് ആയിരുന്നല്ലോ. 100% അവരില്ലാത്തതിന്റെ ഒരു ദിവസം എപ്പോഴെങ്കിലും ഒക്കെ അവരെ ഓർക്കാതിരിക്കില്ല. അവരുടെ ഒരു സഹോദരൻ, ഒരു അനീജൻ എന്ന രീതിയിലുള്ള ഒരു പരിഗണന എനിക്ക് എല്ലാ കാലത്തും അവരെല്ലാം തന്നിട്ടുണ്ട്. ശ്രീനിവാസന്റെ ഒക്കെ ചില കണ്ണൂരുള്ള കാര്യങ്ങൾ, ഈ കലയ്ക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ, അച്ഛന്റെ ഈ രാഷ്ട്രീയത്തിലുള്ള അച്ഛൻ നേരിടേണ്ടി വന്ന തിരിച്ചടികൾ, ഹ്യൂമറസ് ആയിട്ട് പുള്ളി പ്രസന്റ് ചെയ്യുമ്പോൾ അതിനകത്തൊരു വേദനയുണ്ട്, പുള്ളിക്ക് നല്ല വേദനയുണ്ട്. അവരുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന സന്തോഷം ഇന്ന് അത് മിസ്സിംഗ് ആണ്. You're watching Beyond Flowers and this is me, Faustina here. ഇന്ന് ഭയങ്കര സുഖമായിട്ടുള്ള ഭയങ്കര കാമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. കാരണം എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ജഗദീഷ് ചേട്ടൻ, ദേവിക ആൻഡ് അരുൺ ചേട്ടൻ. സോ മൂന്ന് പേർക്കും വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സുഖമാണോ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സുഖമായിട്ടിരിക്കണം. എനിക്കൊന്നും ജഗദീഷന്റെ രണ്ടാമത്തെ ഇന്റർവ്യൂ എടുക്കണേ. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് കണ്ടതിനേക്കാളും കുറച്ചുകൂടെ യങ് ആയിട്ടുണ്ട്. കാരണം കുറച്ചും കൂടെ ഭയങ്കര ഒരു യങ് ഫീൽ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ സെറ്റിന്റെ ഒരു പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കും അല്ലേ? ഇപ്പൊ ഈ പോസ്റ്റർ കണ്ടപ്പോ ഉണ്ടല്ലേ, എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്ന വെച്ചാൽ ഞാൻ എഴുതിയേക്കുന്നത് വെൻ യു ഡൈ യു ബിക്കം ഫാമിലി എന്നുള്ളത്. ശരിക്കും എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? പടം കാണണം. അല്ല, ഈ പിന്നെ ഡെത്ത് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ നമ്മളൊരു പീസ്ഫുൾ സ്ലീപ്പ് ആയിട്ടാണ് ചിലർ കണക്കാക്കുന്നത്, അല്ലേ? ഡെത്തിന് അമിതമായിട്ടുള്ള പ്രാധാന്യം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ജനിച്ചാൽ ഒരു നാൾ മരിക്കണം. പക്ഷേ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പൈസയ്ക്കും അപ്പുറം, ധനത്തിനും ഒക്കെ അപ്പുറം സ്നേഹമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സ്നേഹം, അതിന് ചിലർ കെയർ എന്നൊക്കെ പറയാം. കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ പോലും ഒരു കുഞ്ഞ് ആഗ്രഹിക്കുന്നത് അമ്മയുടെ സ്നേഹമാണ്, അമ്മയുടെ വാത്സല്യമാണ്. ഇതൊക്കെയാണ് കുഞ്ഞ് ആഗ്രഹിക്കുന്നത്. അത് പല രീതിയിൽ നമുക്ക് പ്രകടിപ്പിക്കാം. ഈ കുഞ്ഞ് ആഗ്രഹിക്കുന്ന സ്നേഹം അമ്മ പിന്നെ മുലപ്പാല് കൊടുക്കുമ്പോൾ, പിന്നീട് വളർന്നു കഴിയുമ്പോൾ ആഹാരം കൊടുക്കുമ്പോൾ, അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും അച്ഛൻ്റെ സ്നേഹം, അച്ഛൻ്റെ കാര്യം, അച്ഛൻ സ്കൂളിൽ പുസ്തകം വാങ്ങിക്കൊടുക്കുന്നു, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, അങ്ങനെ സ്നേഹം. ആ സ്നേഹം വരുമ്പം അഡൽട്ട് ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ച് വേറെ ബന്ധങ്ങൾ വരുന്നു. ഇങ്ങനെ എപ്പോഴും നമ്മൾ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ പലപ്പോഴും കറക്റ്റായിട്ട് സ്നേഹം കിട്ടുന്നവരുണ്ടാവും, ചിലർ സ്നേഹം നിഷേധിക്കപ്പെടുന്നവരായിരിക്കും. അവർക്ക് സ്നേഹം കിട്ടില്ല. വളരെ കർശനമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അറ്റ്മോസ്ഫിയറിൽ വളർത്തുന്ന അച്ഛന്മാർ കാണും, അമ്മമാർ കാണും. അവരൊന്നും അവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ വേണ്ടത്ര കെയർ ഒന്നും കൊടുക്കാതെ. അപ്പൊ പല സാഹചര്യങ്ങളിലും അങ്ങനെ പല കാരണങ്ങളാൽ സ്നേഹം നിഷേധിക്കപ്പെട്ട കുറെ ആൾക്കാർ, അവർക്ക് പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നും സ്നേഹം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഇതൊക്കെയാണ് സുഖമാണോ? അടിസ്ഥാനപരമായി നമ്മൾ ചർച്ച ചെയ്യുന്ന സ്നേഹമാണ്. അതിനകത്ത് ചിലപ്പോ നമ്മുടെ ലിവിങ് അല്ലാത്ത ആത്മാക്കൾ ഉണ്ടാകാം. ഈ കഥയിൽ ഉണ്ടാകാന്നേ പറയുന്നുള്ളൂ, പ്രേക്ഷകരുടെ പെർസ്പെക്റ്റീവ് ആണ്. ആത്മാക്കൾ ഉണ്ടാവാം, വേറെ സംഭവങ്ങൾ ഉണ്ടാവും, വേറെ ചില കഥ തന്തുക്കളൊക്കെ ഉണ്ടാവും. പക്ഷെ അടിസ്ഥാനപരമായി ഡിസ്കസ് ചെയ്യുന്നത് സ്നേഹം എന്ന വിഷയമാണ്. ഇത് കിട്ടാത്തവരും കിട്ടാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ തന്നെ ഇതിനകത്തുണ്ട്. ഓക്കെ, ഇതിപ്പോ നമുക്ക് കുറെ ഹിന്റുകൾ ഇട്ടിട്ടാണ് ചേട്ടൻ പറഞ്ഞത്. ഇപ്പൊ ഇതിനകത്ത് ക്യാരക്ടർ, ഇപ്പം ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും ദേവികയുടെ ക്യാരക്ടർ ഭയങ്കര ഒരു ജിൽ ക്യാരക്ടർ ആയിട്ട് തോന്നി. ഇപ്പം വിളിക്കുന്നതാണെങ്കിലും ഹേയ് മെന്റൽ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഭയങ്കര ഒരു ജിൽ അല്ല. ചാരുയുടെ ക്യാരക്ടർ വിളിക്കുന്നില്ല, വേറെ ആൾക്കാരെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ജിൽ ക്യാരക്ടർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും അതിനകത്ത് ശരിക്കും എങ്ങനെയാണ് ക്യാരക്ടർ പോർട്രേറ്റ് നമ്മുടെ സിനിമയിൽ പോണത്? ചാരു എന്ന് പറയുന്നത് പ്രൈമറിലി ഭയങ്കര ഇൻട്രീഗിങ് മോട്ടീവ്സ് ഒക്കെ ആയി വരുന്ന ഒരു കുട്ടിയാണ്. ചാരുവിന് അറിയാം ചാരുവിന് എന്താ വേണ്ടതെന്ന്. അപ്പൊ അതിന്റെ ഒരു കൺവിക്ഷൻ ഉണ്ട്. കാര്യങ്ങൾ ചെയ്യുമ്പോഴും പറയുമ്പോഴും എത്ര അൺകൺവെൻഷനൽ ആണെങ്കിലും ആ കുട്ടിക്ക് അറിയാം ആ കുട്ടിക്ക് എന്താ വേണ്ടതെന്ന് ആ കുട്ടിക്ക് അറിയാം. അപ്പം അവള് ഭയങ്കര അൺകൺവെൻഷനൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര നോർമൽ ആയിട്ടാ ചെയ്യുന്നത്. അതാണെന്ന് തോന്നുന്നുണ്ട് മരിക്കണം എന്നൊക്കെ പറയണ സീൻ തോന്നുന്നുണ്ടല്ലേ? പറയില്ല, ലോകത്ത് ആരും ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളാണ് ചാരുവിനുള്ളത്. അതെനിക്ക് മനസ്സിലായിരുന്നു മരിക്കണം എന്ന് പറഞ്ഞ സമയത്ത്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ജഗദീശന്റെ ക്യാരക്ടർ ഇതിനകത്ത് എങ്ങനെ, എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് എന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് എന്തോ ആണ് ഇതിനകത്തുള്ളതെന്ന്. അപ്പൊ ശരിക്കും പോർട്രേറ്റ് എങ്ങനെയാ പോണത്? അല്ല, ഇതിനകത്ത് ഒരു ഡിഫറെന്റ് ലേയേഴ്സ് ഉണ്ട്. ഇയാളുടെയും പ്രശ്നം സ്നേഹം തന്നെയാണ്. ഇയാൾക്ക് സ്നേഹം ആരാണ് നിഷേധിച്ചത്? അത് ഒരു ചോദ്യചിഹ്നമാണ്. ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? അതോ ഇയാളുടെ വെറും തോന്നലാണോ? ഇയാൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹം കിട്ടിയിരുന്നോ? ഇതൊക്കെ ഈ കഥയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ ആ പ്രശ്നങ്ങൾ, അപ്പോൾ ഇയാള് മരണത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്?
ഇയാളുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഇതെല്ലാം ഇതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഈ ക്യാരക്ടറിനുണ്ടെന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും, ധൈര്യമായിട്ട് പറയാൻ കഴിയും. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ സമയത്ത് ഈ സിനിമയിലെ ക്യാരക്ടറും ഇൻ പേഴ്സൺ ജഗദീഷന്റെ ക്യാരക്ടറായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ? സിമിലാരിറ്റി ഇൻ ദ സെൻസ് രണ്ട് ക്യാരക്ടേഴ്സും ഡെത്തിനെ അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. ഡെത്ത് എന്ന് പറയുന്നത് ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറഞ്ഞൊരു കവിത പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. നീ അഹങ്കരിക്കേണ്ട മരണമേ, മരണം എന്ന് പറയുന്ന വലിയ സംഭവമൊന്നുമല്ല, നീ ഇന്ന് ഒരു ഉറക്കം മാത്രമാണ് മരണം, അതിൽ നീ വലിയ ഊറ്റം കൊള്ളേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ജോൺ ഡൺ എന്ന് പറഞ്ഞൊരു കവി ഒരു കവിത രചിച്ചിട്ടുണ്ട്. ആ പോളിസി തന്നെയാണ് എനിക്ക്. മരണം എന്നെ ഭയപ്പെടുത്തുന്നില്ല, നേരെ മറിച്ച് നമ്മുടെ ഒരു ബെഡ്രിഡൻ അവസ്ഥ, അനാരോഗ്യം, അസുഖം, രോഗം, ഇതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന അവസ്ഥയാണ്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു ആയുസിനെക്കാളും പ്രധാനം ആരോഗ്യമാണ്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ആയുസിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, ദൈവമേ ദീർഘായുസ് തരണം, അങ്ങനെ ഒരു പ്രാർത്ഥന എനിക്കില്ല. അത് എത്ര വർഷം ജീവിച്ചിരുന്നാലും നമ്മുടെ മഹാന്മാര്, വലിയ മഹാന്മാര് കുറച്ചു നാളെ ജീവിച്ചിരുന്നുള്ളൂ. അവരുടെ സന്ദേശമാണ് ഇന്നും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെത്ര വർഷം ജീവിച്ചിരുന്നു? അപ്പൊ ജീവിച്ചിരിക്കുന്ന എത്ര വർഷം എന്നുള്ളതല്ല. ഗുരുദത്ത് എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ സംവിധായകൻ 39ാമത്തെ വർഷത്തിൽ നമ്മൾ വിട്ടുപിരിഞ്ഞു. പക്ഷെ ഇന്നും ഗുരുദത്ത് ചർച്ച ചെയ്യപ്പെടുന്ന സംവിധായകനാണ്. അപ്പൊ എത്ര വർഷം ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞില്ല, 100 വർഷം ജീവിച്ചിരുന്നു. അയാളുടെ ഒരു പടവും ഓർമ്മയില്ല. വല്ല കാര്യമുണ്ടോ? അയാൾ ഏത് പടം, അയാൾ ഏത് അഭിനയിച്ചത് ഓർമ്മയില്ല. 100 വർഷമല്ല ജീവിച്ചിരുന്നു. അയാളുടെ ഒരു പടമെങ്കിലും പറ, അതെനിക്ക് ഓർമ്മ വരുന്നില്ല. അയാൾ അതിലഭിനയിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യം. നേരെ മറിച്ചിട്ട് 30 വർഷം അയാൾ ജീവിച്ചിരുന്നുള്ളൂ. അയാളുടെ ആ മറ്റേ പടം കണ്ടോ, ചെയ്തു വച്ചിരിക്കുന്ന എന്താ അയാൾ അസാധ്യ സംഭവം. ഇത് എൻ്റെ പോളിസിയാണ്. അപ്പോൾ നമുക്ക് ആയുസല്ല വലുത്. ഇത് ഐപ്പ് എന്ന് പറയുന്ന എൻ്റെ ഈ ക്യാരക്ടറിനും ഇയാൾ അങ്ങനെ ഒരു തീരുമാനം, ഇയാള് ജീവിക്കാൻ ഇയാളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, ജീവിക്കാതിരിക്കാൻ ഇയാളെ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലെന്താണ് സംഭവിക്കുന്നതെന്നുള്ള കഥയാണ്, അത് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് നമുക്ക് തിയേറ്ററിൽ പോയി കാണാം. ഇപ്പൊ ഈ പറഞ്ഞ അരുൺ ചേട്ടൻ വേട്ട എന്ന് പറഞ്ഞൊരു നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഒരു ത്രില്ലർ ആയിട്ടുള്ള ഒരു സിനിമയാണല്ലോ. അതിന്ന് നമ്മുടെ സുഖമാണോയിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂവിയാണ്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള മാറ്റങ്ങൾ എന്താണ് ചേട്ടൻ ഇൻ പേഴ്സൺ ഫീൽ ചെയ്തത്? ഇന്റൻഷലി ഒരു ത്രില്ലറിൽ മാറി സാധനം എഴുതാൻ വേണ്ടി ആലോചിച്ചൊന്നുമല്ല. ഇത് ആക്ച്വലി എനിക്ക് എന്റെ ഒരു എലമെന്റ് ഇങ്ങനെ ഒരു എന്താ പറയുക, എനിക്ക് സാധനം ഒരു ബുക്കുകളുടെ വിശകലനം പറ്റിയുള്ള അതിന് കിട്ടിയൊരു എലമെന്റ് ഉണ്ട്. അതിലേക്ക് ആക്ച്വലി ലോൺലിനെസ് എന്ന് പറഞ്ഞ ടോപ്പിക് എങ്ങനെ കടന്നു, അങ്ങനെയാണ് എനിക്ക് ഈ മൊത്തത്തിലൂടെ പ്ലോട്ടിലേക്ക് ഞാൻ ചെയ്തത്. ആക്ച്വലി ഇന്ന് പറഞ്ഞൊരു ടോപ്പിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ ലോൺലിനെസ് എന്ന സാധനം. ഈ 3 കഥാപാത്രങ്ങൾ ഐപ്പെന്നാണ്, ചാരു, മാത്യുവിന്റെ തീയോ, ഇവര് 3 പേര് കടന്നു പോകുന്ന ചില വഴികളുണ്ട്. അതായത് ഈ ലോൺലെസ്സിനെ ടച്ച് ചെയ്ത് പോകുന്ന ചില വഴികളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സുഖമാണോ എന്ന് ചോദിക്കുന്നത്. കാര്യം ഇവരുടെ ലൈഫില് ആരും ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കാൻ ആരുമില്ലാത്ത ഈ 3 പേരുടെ ലൈഫിലേക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകും. അവർ ചില കാര്യങ്ങൾ ചെയ്യും. അതാണ് നമ്മുടെ സിനിമയുടെ സെക്കൻഡ് ഹാഫ്. അതാണ് സുഖമാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ്. നമുക്കിപ്പോ നമ്മളെ വിളിക്കാൻ, നമ്മുടെ ആവശ്യത്തിന് വിളിക്കാൻ എല്ലാവരും ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും അവർക്ക് വേണമെങ്കിൽ ചോദിക്കാൻ എല്ലാവരും ഉണ്ടാവും. പക്ഷെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നിനക്ക് സുഖമാണോ അല്ലെങ്കിൽ ഹാപ്പി അല്ലേ ഓക്കെ അല്ലേന്ന് ചോദിക്കാൻ നമ്മുടെ ലൈഫിൽ പൊതുവെ അധികം എല്ലാവരും ഉണ്ടാവണം എന്നില്ല. ശരിക്കും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ സുഖമാണോ എന്ന് വേണ്ടി ചോദിക്കാൻ മാത്രം വിളിക്കുന്ന ഒരാളായിരിക്കും? അല്ല, സുഖമാണോ എന്ന് ചോദിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ട്. നമ്മുടെ കുട്ടികള് സുഖമാണോ എന്ന് ചോദിക്കാറില്ലെങ്കിൽ പോലും അവരുടെ ഓരോ ദിവസം ഫോൺ കോളും സുഖമാണോ എന്നുള്ള അന്വേഷണമാണ്. ഈ വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളേ ഉള്ളൂ. എന്റെ കുട്ടികളെ ഡെയിലി എന്നെ വിളിക്കും, ഞാൻ അങ്ങോട്ട് വിളിക്കും. അവരുടെ അടുത്ത് സുഖമാണല്ലോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. സുഖമാണോ എന്ന് ഉറപ്പിലാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സുഖം അല്ലെങ്കിൽ നമ്മൾ പറയും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം. അതല്ലാതെ ഉള്ള ഫ്രണ്ട്സ് ചിലപ്പം സുഖമാണല്ലോ അല്ലേ, സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ കുറെ ഉണ്ട്. അതില്ലെന്ന് പറയാൻ പറ്റില്ല. ദേവികയുടെ ലൈഫിൽ അങ്ങനെ ആരായിരിക്കും? ഒബ്വിയസ്ലി പേരൻസ് എന്തായാലും ഉണ്ട്, അച്ഛൻ, അമ്മ, അനിയൻ. ഇപ്പൊ ആക്ച്വലി അനിയന്റെ അടുത്തും ആക്ച്വലി അവനും പഠിക്കാൻ പോയപ്പോഴാണ് നമ്മൾ പിന്നെയും കൂടുതലും ഉണ്ടെന്ന് ക്ലോസ് ആയി തുടങ്ങിയത്. അതെ അതെ. ആര് കോൾ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലും ഞാൻ വിളിച്ചാ എടുക്കണത് അല്ലെങ്കിൽ അപ്പൊ തന്നെ തിരിച്ചു വിളിക്കണത് നന്ദുവിനെ മാത്രമാണ്. കുറേ ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്. എപ്പോഴും കോണ്ടാക്ട് ചെയ്യണമെന്നില്ല, എല്ലാ ദിവസവും മിണ്ടണമെന്നുണ്ടാവില്ല, പക്ഷെ എല്ലാരും മനസ്സിലും ഉണ്ട്. പിന്നെ ഇടയ്ക്കൊരു ചെക്കിങ് അപ്പ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട്
എൻ്റെ വൺ ഓഫ് മൈ ബെസ്റ്റസ്റ്റ് ഫ്രണ്ട്സ്, അവന് ഒരു സ്വപ്നം കണ്ടിട്ട് വിളിക്കുക എന്നെ, ഇതേ ഞാൻ ഒരു സ്വപ്നം കണ്ട, അതില് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഓക്കെ അല്ല എന്ന്. അപ്പൊ വിളിച്ചു നോക്കുകയാണ് രാവിലെ നീറ്റപാട്, ഉറക്കത്തിന് നീറ്റപാട് വിളിക്കുക ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ കുറേ സിറ്റുവേഷൻസ്, സ്വപ്നത്തിൽ തന്നെ വേറെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മള് അത്രയും ഒരു ക്ലോസ് കണക്ഷൻ ആൾക്കാരുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഐ ഫീൽ ലൈക്ക് അത് ട്രാൻസെൻസ് എവറിഥിങ്, ടൈമും സ്പേസും എല്ലാം ട്രാൻസെൻഡ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സർഫസിൽ അത് വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് ഇന്നാള് എനിക്ക് ഭയങ്കര ഒരു ഹൗസ് ഹണ്ടിങ് ഒക്കെ വെച്ചിട്ട് ഒരു ഭയങ്കര ബാഡ് സിറ്റുവേഷൻ എക്സ്പീരിയൻസിലായിരുന്നു ഞാൻ. ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഫ്രണ്ടിന്റെ കൂടെ ഇരിക്കുമ്പോൾ രമു പറയുക, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, നീ ഒരു ബീച്ചിൽ ഇങ്ങനെ നടന്നു പോവാ, ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ദേവിക്കാന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ കരയാൻ തുടങ്ങി, അതേപോലെ കരയാൻ തുടങ്ങി. കാരണം ചിലപ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മള് ഫ്രണ്ട്സിനൊക്കെ മനസ്സിലാവും, ആ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് അവര് തലയിൽ ഉണ്ടാവും. ദാറ്റ് ഈസ് ഇൻസെയിൻ ആക്ച്വലി, ചില സമയത്ത് അങ്ങനെ നടക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇമോഷൻസ് എല്ലാം നമ്മുടെ ഫ്രണ്ട്സിന് കണക്ട് ആവുന്ന പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പൊ ഞാൻ കുറച്ച് നാൾ മുന്നേ ജഗദീഷേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നേ, അതിലത്തെ ജഗദീശൻ ഇങ്ങനെ പറഞ്ഞു, ഒരു ക്ലേ പോലെയാണ് ചേട്ടനെ തന്നെ കാണുന്നത്, ഒരു ഡയറക്ടർക്ക് ഇഷ്ടമുള്ള രീതിക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട്. സോ അരുൺ ചേട്ടൻ എത്രത്തോളം, ചേട്ടൻ്റെ ഉള്ളിൽ ഒരു ആർട്ടിസ്റ്റിനെ എത്രത്തോളം മോൾഡ് ചെയ്തിട്ടുണ്ടാവും ഈ സിനിമയിൽ? ഈ സിനിമയിൽ നന്നായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, പല ലേയേഴ്സ് ഉണ്ട്, പല ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതൊക്കെ ഈ സിറ്റുവേഷൻസ് ഉള്ളപ്പോഴല്ലേ നമുക്ക് അഭിനയിക്കാൻ പറ്റൂ, അഭിനയിച്ചാലേ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അതിനുള്ള സാധ്യത ഒരുക്കുന്നുണ്ട് ഈ ക്യാരക്ടറിന്റെ പാത്ര സൃഷ്ടിയിൽ തന്നെ ഉണ്ട്. ഇപ്പം അരുൺ ചേട്ടൻ ഫസ്റ്റ് ആയിട്ടാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. അതും എനിക്ക് തോന്നുന്നു ജഗദീഷ് ചേട്ടൻ കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് മൂവി എന്നെ ഡയറക്ട് ചെയ്യാൻ പറ്റുന്ന ചേട്ടന്റെ കൂടെ ആകുമ്പോൾ ചേട്ടന്റെ കൂടെയുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടൻ ഒരു ദിവസം സീനില് രാവിലെ സീൻ വായിച്ചിട്ട് ചേട്ടൻ എന്തെങ്കിലും ഇത് തോന്നിയ എനിക്കിങ്ങനെ തോന്നി എന്നേ പറയുള്ളൂ, ഇങ്ങനെ വേണമെന്ന് വാശി പറയില്ല. അപ്പൊ ഞാൻ എഴുതി വെച്ച സാധനം ഒരു സീൻ തന്നെ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ എഴുതുന്ന സമയത്ത് ഐറ്റന്റെ ക്യാരക്ടർ ഭയങ്കര ലൗഡായിട്ടാണ് ഹ്യൂമർ പറയുന്നത്. ഞാൻ അപ്പോൾ വന്നപ്പോഴത്തേക്കും മക്കാവൂല അത്. അപ്പൊ ചേട്ടൻ നമ്മൾ സംസാരിച്ച് നമ്മളത് അത് ക്രിയേറ്റ് ചെയ്ത് വേറൊരു രീതി വന്ന് അപ്പൊ എനിക്ക് മനസ്സിലാകുന്നത് ഇവരുടെ ഒരു പ്രോസസ് ഉണ്ട്, ഈ ആക്ടറിലൂടെ നമ്മൾ എഴുതിയ സാധനം പോകുന്നത്. അത് അവർക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടാവും, അതെനിക്ക് എങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് അവിടെ പറയാൻ പറ്റുമോ, സീനിയറാണ്, നമുക്ക് അങ്ങനെ പറയാൻ ആവശ്യമില്ല, എങ്ങനെ പറയണം. അത് അവരുടെ ഡയറക്ടർ അങ്ങനെ നമ്മൾക്ക് കൊളാബ് തന്നെയാണ്. അവർക്ക് തോന്നുമ്പോൾ നമ്മളത് റെസ്പെക്ട് ചെയ്ത് ആ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാര്യം നമ്മൾ എന്താ എഴുതി വെച്ചാൽ ആ ആക്ടറിനെ ഫീൽ ചെയ്യണം, ആക്ടറിന് അത് പറയാൻ പറ്റണം. അപ്പോഴാണ് ആ കഥാപാത്രത്തിലൂടെ അത് പുറത്തേക്ക് വരുന്നത്. അപ്പം അത് ചേട്ടന് ഭയങ്കര ചേട്ടൻ നമ്മൾ അങ്ങോട്ട് വരും. ചേട്ടൻ എനിക്ക് തോന്നുന്നു ചേട്ടനോട് പറയാനുള്ള ഫ്രീഡം ഉണ്ടെങ്കിൽ ചേട്ടൻ എൻ്റെ അടുത്ത് എന്റെ നെയ്ബറാണ് ചേട്ടൻ. അങ്ങനെ ഒരു ബന്ധം കൂടെ ഉണ്ട്. നമ്മള് ട്യൂഷൻ പോകുന്ന സമയത്ത് 10ാം ക്ലാസ് പോകുന്ന സമയത്ത് ചേട്ടൻ വീട്ടിൽ ഫ്രണ്ട് കൂടെ പോകും. ചേട്ടൻ രാവിലെ ഷൂട്ടർ കഴിയുമ്പോൾ നടക്കും ആഗ്രഹത്തിലൊക്കെയാണ് പോകുന്നത്. എന്നിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ട് കഥ ചേട്ടൻ വീട്ടകത്തൂടെ കയറിയത് ഈ സിനിമ സമയമുണ്ട്. അല്ല അതൊരു ആ ജേർണി ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ജഗദീഷന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ നോക്കാൻ പോയിട്ട് ഇപ്പൊ ചേട്ടൻ വെച്ചൊരു സിനിമ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നമ്മള് ഡയറക്ട് ചെയ്തു. അതാ ചേട്ടൻ പറയുമ്പോ തന്നെ മുഖത്ത് ഭയങ്കര ഒരു ഗ്ലോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജഗദീഷന്റെ കാര്യം പറയുമ്പോ ഞാൻ ഈ അടുത്തൊരു ഇന്റർവ്യൂല് ചേട്ടൻ ചെയ്തൊരു സംഭവം കണ്ടായിരുന്നു. മറ്റേ മുറുക്കാൻ ചമക്കണതും സിഗരറ്റ് വലിക്കണതൊക്കെ ഇല്ലേ, അയ്യോ ഞാനത് അഡ്മയർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് റിപ്പീറ്റ് അടിച്ചിരുന്ന് കാണായിരുന്നു ക്ലിപ്സ്. ശരിക്കും അത് എങ്ങനെ ചേട്ടാ പറ്റും? ഒബ്സർവേഷൻ ആണോ അത് ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ആണോ? ഒബ്സർവേഷൻ തന്നെയാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മുടെ ഒരു ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര് കാണുന്നുണ്ട്. ആ കാണുന്നതിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല രീതിയിലും സ്വാധീനിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലർ നമുക്ക് മോഡലായി മാറും. അവർ ചെയ്യുന്ന എന്ത് നല്ല രീതിയിലാണ് അവർ പ്രസംഗിക്കുന്നത്, എത്ര നന്നായിട്ടാണ് അവർ പാടുന്നത്, എത്ര നന്നായിട്ടാണ് അവർ മറ്റുള്ളവരോട് പെരുമാറുന്നത്. ഇതൊക്കെ നമ്മൾ കോപ്പി ചെയ്യാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ നമ്മളിലെ നന്മ കൂടും. നേരെ മറിച്ച് അതിന്റെ ഒരു ദോഷമാണ് നമ്മളെ സ്വാധീനിക്കുന്നതെങ്കിൽ
ചിലര് മദ്യം കഴിക്കുന്ന കണ്ടു കഴിഞ്ഞിരുന്നാല് ബാക്കിയുള്ളവർക്ക് അത് തേൻ കുടിക്കുന്ന പോലെ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്ന പോലെ വളരെ രസകരമായിട്ടായിരിക്കും കുടിക്കുന്നത്. അതിന്റെ ഒരു കയ്പുണ്ടെന്നുള്ള ഒരു രീതിയിലേ ആയിരിക്കും ചിലര് കുടിക്കുന്നുണ്ട. ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് കുടിക്കാൻ ഭയങ്കര കയ്പാണെന്ന് തന്നെ എവിഡന്റ് ആയിട്ട് ഇങ്ങനെ കാണുമ്പോ തന്നെ അറിയുന്നത് കയ്പാണെന്നുള്ളത്. വേറെ ചിലർ കുടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വലിയ പണക്കാരൊക്കെ കുടിക്കുന്നുണ്ട്. ഇത് ഏതാണ്ട് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. ഞാനവിടെ ചെന്നപ്പോ വളരെ സ്വീറ്റ് ആയിട്ട് കൂട്ടിങ്സ് കുടിക്കുന്നവരാണ് നമുക്ക് തോന്നുക. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ പണക്കാരോടെ ഇരുന്ന് അവർ മദ്യം കഴിക്കുമ്പോൾ നമ്മൾ നോക്കിയിരുന്നിട്ടുണ്ട്. അപ്പോ അത് ഓരോരുത്തരും എങ്ങനെയാണ് കഴിക്കുക, എങ്ങനെയാണ് ഓരോ സാഹചര്യത്തിൽ ഒന്ന് കഴിക്കുക, ആസ്വദിച്ച് കഴിക്കുക, ഇതൊക്കെ നമ്മൾ ഒബ്സർവേഷൻ ആണ്. നമ്മുടെ അടുത്തിരുന്ന് നമ്മളൊരു സദ്യയില് പങ്കെടുക്കാൻ നേരത്ത് നമ്മളിലെ ആക്ടർ ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അടുത്തിരിക്കുന്ന ആള് എങ്ങനെയാണ് ഊണ് കഴിക്കുന്നത് എന്നുള്ള മാനേജോട് നമുക്ക് നോക്കി പഠിക്കുക എന്നുള്ള എളുപ്പമാണ്. ചിലര് വളരെ വളരെ ആസ്വദിച്ച് എല്ലാം ഭയങ്കര എൻജോയ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലരാണെങ്കിൽ വഴിപാട് പോലെ ഇരുന്ന് കഴിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നവരുണ്ട്. എന്തെല്ലാം ആൾക്കാരുണ്ട്. നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ വാച്ച് ചെയ്യാം, സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരെ വാച്ച് ചെയ്യാം. വേറെ ചിലരുടെ ബുദ്ധി അപ്ലൈ ചെയ്യുന്ന കാണാൻ അവിടെ ഇവിടെ പപ്പടം കിട്ടിയില്ല എന്ന് പറയും. അവിടെ പപ്പടം ഇവിടെ ഒരെണ്ണം കൂടെ ഇടും. ഹലോ ഇവിടെ പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ വരാൻ നേരത്ത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇന്റലിജൻസ് പല രീതിയിലുണ്ട്. ചിലര് വീണ്ടും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. ചിലര് സദ്യയുടെ ആ ഒരു സംഭവത്തിന് അവനവന്റെ ഒരു അസംതൃപ്തി ഏതെങ്കിലും രീതിയിലൊക്കെ അവിടെ ഇരുന്ന് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ആരുമായിരുന്നൊന്നുമില്ല, മൂന്നൊക്കെ ഒരാൾ പറയും, വേറൊരാൾ പറയും യൗമാനം എന്റെ ഡയബറ്റീസ് കൂട്ടും കേട്ടോ. ഇതെല്ലാം എന്തെങ്കിലും പറഞ്ഞിരിക്കണം. അപ്പൊ എവിടെയെങ്കിലും വിളമ്പിക്കൊണ്ടിരിക്കാൻ നേരത്തെ കുറ്റപ്പെടുത്തി ചോദിച്ചാൽ മതി, അവയിൽ എനിക്ക് കുറച്ചുകൂടെ അവയിൽ വേണം എന്ന് ചോദിക്കാം. സാമാന്യമായിട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് എന്ത് പറഞ്ഞത് അവിയൽ എനിക്ക് വേണം എന്ന് പറയുന്നതിന് വരെ. ചിലത് അങ്ങനെയല്ല, ദോഷയൊക്കെ തൃക്കൾ അവിയല് വീണ്ടും തരൂലായിരിക്കും. ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമില്ല. ഇവരൊക്കെ നമ്മളെ അങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഇവനെ ആക്കാം എന്നുള്ള ഒരു സംഭവം നമ്മൾ അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളിലും. ഇനി ഇത് കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മുടെ അടുത്തിരിക്കുന്ന ആള് ഈ ആവേശത്തോടെ കഴിക്കാൻ നേരത്ത് ചിലപ്പോ സ്ലിപ്പ് ചെയ്ത് താഴെ വിടും. അയാളുടെ ഏറ്റവും വലിയ കൺസേൺ ആണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളൂ എന്നുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ മുഖത്തായിരിക്കും, കാരണം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത്. ഞാനിത് കണ്ട് ഇങ്ങനെ റിയാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് മോശം. അപ്പൊ ഇതെല്ലാം നമ്മള് ഒബ്സർവ് ചെയ്യണം. എനിക്ക് ശരിക്കും ഇവിടെ ഗൂസ് ബംസ് ഫീൽ ചെയ്യുന്നില്ലേ? എക്സ്പ്രഷൻസ് ഒക്കെ മിന്നിമായോ. ഇത് നമ്മുടെ ചുറ്റും ജീവിതങ്ങളാണ്. ആ ജീവിതങ്ങളാണ് പല രീതിയിലും നമ്മുടെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ ആവിഷ്കരിക്കുന്നത്. നമ്മൾ ഇതിൽ തന്നെ സുഖമാണോ എന്ന് ചോദിക്കാൻ നേരത്ത് സുഖമല്ല എന്നറിഞ്ഞിട്ടും സുഖമോ എന്ന് ചോദിച്ച ഒരു ക്യാരക്ടറുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ. അതാരാണെന്ന് ചോദിച്ചിരുന്നാൽ അശോകവനത്തിലെ സീതയെടുത്ത് ഹനുമാൻ ചോദിക്കുന്നുണ്ട്, സുഖമോ ദേവി. ഹനുമാൻ അറിയാം സുഖമില്ല എന്നുള്ള. സീതാദേവി തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്, ഇവിടെ രാവണന്റെ കസ്റ്റഡിയിൽ കഴിയുകയാണ്. അപ്പൊ സുഖമോ ദേവി ചോദിക്കുമ്പോൾ ഇമോഷണലായിട്ടാണ് ചോദിക്കുന്നത്. ഹനുമാൻ ചോദിക്കുന്നത് സുഖമോ ദേവി, കാരണം എനിക്ക് ദേവിക്ക് സുഖമില്ല എന്ന് എനിക്കറിയാം. ഭർത്താവിനെ പിരിഞ്ഞിരിക്കേണ്ടി വരികയാണ്, ഇങ്ങനെ ഒരു ട്രാജഡി നടന്നിരിക്കുകയാണ്. അപ്പൊ സുഖമോ ദേവി എന്ന് ചോദിക്കുന്ന ഇമോഷൻസ് എന്തായിരിക്കും? അതൊരു ആക്ടറുടെ വെല്ലുവിളിയാണ്. അവിടെ ഇമോഷണലായിട്ടായിരിക്കണം സുഖമോ ദേവി ചോദിക്കുന്നത്, അല്ലാതെ സുഖമോ ദേവി എന്ന് ചോദിക്കാൻ പറ്റില്ല. അവിടെ ഭയഭക്തിയോടെ ദേവി എന്ന ശ്രീരാമന്റെ പത്നി എന്ന രീതിയിൽ സുഖമോ ദേവി എന്നായിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മുടെ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ ക്യാരക്ടർ ഇമോട്ട് ചെയ്യുക. ഇതിനകത്ത് ഐപ്പിന്റെ കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻ അനുസരിച്ച് അയാൾക്ക് ഇമോട്ട് ചെയ്യേണ്ടി വരിക. അതിന് അയാളുടെ രക്ഷയ്ക്ക് എത്തുന്നുണ്ട് ചിലര്, അയാളെ ശിക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, അയാളെ ദ്രോഹിക്കുന്ന ആൾക്കാരുണ്ട്, അയാളെ രക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഐപ്പിന്റെ പോലെ തന്നെ തീവയ്ക്കും അയാളെ സ്നേഹം കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ അപ്രതീക്ഷിതമായ സാഹചര്യത്തിലായിട്ട് സ്നേഹം കിട്ടുന്നു. ഇവിടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ചാരുവിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ചാരുവിന്റെ പ്രത്യേകതരം ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങൾ അങ്ങനെ വരാനുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കഴിഞ്ഞിട്ട് ഈ ആഗ്രഹങ്ങളൊക്കെ എത്രത്തോളം നടക്കുന്നു എന്നുള്ളത് ഈ സിനിമയിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ്
കഥ സുഖമാണോ? സുഖമാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇപ്പൊ ഇന്റർവ്യൂലാണെങ്കിൽ ഇപ്പം ജഗദീഷേട്ടനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഗൂസ് ബംസ് ആ. ചേട്ടൻ ഇങ്ങനെ ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ പോണ സമയത്ത് അപ്പൊ ത്രൂ ഔട്ട് ദ സെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്? It was very, very, very nice. Full സെറ്റിൽ ആക്ച്വലി ഭയങ്കര ചില്ലായിരുന്നു. അതുവൈസ് തന്നെ ഭയങ്കര ചില്ലായിരുന്നു. നമ്മൾ എന്തൊക്കെയോ മിണ്ടുമായിരുന്നു സെറ്റിലെ ഇടയിലൊക്കെ, ഷോട്ടിന്റെ ഇടയിലൊക്കെ എന്തെങ്കിയൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കും. പിന്നെ സാറിന്റെ കുറെ ക്വാളിറ്റീസ് ഉണ്ട് നമ്മളൊക്കെ അഡ്മയർ ചെയ്യുന്ന, അതൊക്കെ കോപ്പി അടിക്കാൻ വേണ്ടി നമ്മൾ കൊറേ ഉണ്ട്. സാർ ഭയങ്കര പങ്ക്ച്വൽ ആണ്, സാർ ഭയങ്കര നോളജബിൾ ആണ്. പിന്നെ ഡെഡിക്കേഷൻ ടുവേർഡ്സ് വർക്ക്. പിന്നെ ഇപ്പൊ ഞാൻ വിചാരിക്കുമായിരുന്നു എത്ര ഈസിലി ആണ് ഇമോട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇത്രയും ക്വിക്ക് ഇമോട്ട് ചെയ്യാൻ പറ്റുന്നത്. അതെനിക്ക് തോന്നുന്നു അതും എനിക്ക് കോപ്പി അടിക്കാൻ താല്പര്യമുണ്ട്. അല്ല, നമുക്ക് ആക്ടിംഗ് ഒക്കെ ഒരു പാഷൻ ആവുമ്പോ ഇപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാരും ചെയ്യണമെന്നുള്ള ആഹ്വാനമൊന്നുമല്ല, ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം പറയാം. ഫോർ എക്സാമ്പിൾ കാര്യം പറയാം, അപ്പൊ നമുക്കൊരു 5 മണിക്ക് ഡേ സീൻ എല്ലാം തീർന്നു, അത് കഴിഞ്ഞിരുന്നാൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഒരു ലൊക്കേഷൻ, ഉദാഹരണത്തിന് നമ്മുടെ പെരുമാതുറ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ പോവാണ്. അവിടെ ഒരു വലിയ സീൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ നൈറ്റ് ലൈറ്റപ്പിന് എങ്ങനെ പോയിരുന്നാലും ഒരു 2.5 മണിക്കൂർ എടുക്കും. അപ്പൊ ഞാനൊരു 5:30-6 മണിയാകുമ്പോഴത്തേക്കും പതുക്കെ ഇവർ ലൈറ്റപ്പ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഒരു ചായക്കടയിലാണ് ഷൂട്ടിങ്. ഞാൻ അവിടെ ബെഞ്ചിലൊന്നും ഇരിക്കും. അപ്പൊ ആരും പറയും, ചേട്ടാ ലൈറ്റിംഗ് ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ലൈറ്റിംഗ് നടക്കട്ടെ, അതുമായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ കാണട്ടെ, എനിക്ക് അവിടെ വന്ന് തനിച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ചേട്ടാ ക്യാരവനിലിരിക്കില്ല, ക്യാരവനിലിരിക്കുക, ഞാൻ ഇവിടെ വന്ന് ഇരിക്കും, ഇവിടെ വന്നിരിക്കും, റെഡിയാകുമ്പോൾ റെഡി ആയിക്കട്ടെ. അതിന്റെ പേരിൽ നിങ്ങൾ ഓവർ സ്പീഡ് ഒന്നും കാണിക്കണ്ട. ഞാൻ അതെന്റെ പാഷനാണ്. അവിടുത്തെ ആ സെറ്റപ്പും ആ ലൈറ്റപ്പും കാര്യങ്ങളും അതെല്ലാം കണ്ടോണ്ടിരിക്കുക. 10 ജനത്തിനെ കണ്ട് അവിടെ 10 ആൾക്കാരെ കാണാമല്ലോ. ഈ പാഷന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ ഈ സിനിമ കാണാനും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സിനിമയിൽ അഭിനയിക്കാനേക്കാളും ഇഷ്ടമുള്ള സിനിമ കാണാൻ ഇഷ്ടമാണ്. ഒരു ദിവസം 3 സിനിമയൊക്കെ വെച്ച് കാണാറുണ്ട്. ശരിക്കും ഇപ്പോഴും ചേട്ടൻ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂടുതലാണ്. ഇപ്പോഴും വീട്ടിൽ നിന്ന് വാഗണറിൽ ഡ്രൈവ് ചെയ്ത് ഏരിയസ് ബസ്സിൽ പോയി കാറ് പാർക്ക് ചെയ്ത് സിനിമ കേട്ടോ, ബാക്കിൽ പോയിരിക്കുന്നു, നടുക്ക് പോയിരിക്കും. അല്ലേ ചേട്ടാ പറഞ്ഞില്ലേ ബാക്കിൽ അവിടെ കയറാം. ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പോഴത്തെ നമ്മുടെ ഈ സിനിമയിലാണെങ്കിലും ദേവിക ഉണ്ട്, മാത്യു ഉണ്ട്. അപ്പൊ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കെമിസ്ട്രി നമുക്ക് ട്രെയിലറിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഇറങ്ങുന്ന വീഡിയോസിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോ ആലോചിച്ച കാര്യം വെച്ചാൽ ഇപ്പൊ ഇവരുടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ഇപ്പൊ നെസ്ലിൻ ഉണ്ട്, മമിത ഉണ്ട്, ദേവിക ഉണ്ട്, മാത്യു ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഭയങ്കര സ്ട്രോങ് ആണെന്ന് തോന്നുന്നുണ്ട്. എനിക്കൊരു ഗ്രോ ടുഗെദർ കൈൻഡ് ഓഫ്. അപ്പൊ ഞാനിങ്ങനെ എന്റെ അമ്മയുടെ അടുത്തൊക്കെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് അമ്മ പറഞ്ഞു, പണ്ട് ജഗദീഷ് ചേട്ടന്റെ ഇതുപോലെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ നമ്മുടെ ലാലേട്ടനാണെങ്കിലും സുരേഷ് ചേട്ടനാണെങ്കിലും പ്രിയദർശൻ സാർ ആണെങ്കിലും. അപ്പൊ അതും ഭയങ്കര ഒരു ഗ്രോ ടുഗെദർ കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഇവരുടെ ആ ഒരു ഗ്രൂപ്പ് കാണുമ്പോൾ ചേട്ടന് പഴയ അന്നത്തെ കാലമൊക്കെ ഓർമ്മ വരാറുണ്ടോ? അല്ല, അതിപ്പോ ഇവരെ കാണാതെ തന്നെ എനിക്ക് ഓർമ്മ വരാം. ഇവരെ കാണുന്നതുകൊണ്ട് മാത്രം പറയാൻ പറ്റില്ല. അതെല്ലാ കാലത്തും സൗഹൃദങ്ങൾ ഉണ്ടാവും. ഈ പ്രിയനായിരുന്നാലും അന്നത്തെ കാലത്ത് ശ്രീനിവാസൻ, നെസന്റേട്ടും നെടുമുടിവേട്ടും ഇവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അവരിൽ നിന്നും അവരുടെ ജീവിതാനുഭവങ്ങൾ, സിദ്ദിഖ്ലാൽ, അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ട് പ്രചോദനമായിട്ട് ഭാവിച്ചിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ശേഷം ശ്രീനിവാസന്റെ ഒക്കെ ചില കണ്ണൂരുള്ള കാര്യങ്ങൾ, ഈ കലയ്ക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ, അച്ഛന്റെ ഈ രാഷ്ട്രീയത്തിലുള്ള അച്ഛൻ നേരിടേണ്ടി വന്ന തിരിച്ചടികൾ, ഇതൊക്കെ വളരെ നമുക്ക് ഹ്യൂമറസ് ആയിട്ട് പുള്ളി പ്രസന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു വേദനയുണ്ട്, പുള്ളിക്ക് നല്ല വേദനയുണ്ട്. അപ്പൊ ആ വേദനയുടെ ആത്മരോഷമുണ്ട്. അപ്പൊ അതൊക്കെ കേട്ട് നമുക്ക് ഒരു ഇൻസ്പയറിംഗ് ആണ്. എത്ര കേട്ടാലും മതി. ഒരു ചെറുകഥ ആസ്വദിക്കുന്നത് പോലെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റിയ ഇന്നസെന്റ് അനുഭവമാണ്. നെടുമുടിവേട്ടിന്റെ കാവാലം, നാരായണ പണിക്കർ സാറുമായിട്ടുള്ള ബന്ധം, അതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ, അവനവൻ കടമ്പയെ കുറിച്ചുള്ള കാര്യങ്ങൾ, പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം കലാകൗമുദിക്ക് വേണ്ടി പ്രവർത്തിച്ച ആ നാളുകൾ, കൈതപ്രം തിരുമേനിയുമായിട്ടുള്ള വേണിച്ചേട്ടന്റെ ബന്ധം, സക്കറിയുമായിട്ടുള്ള വേണിച്ചേട്ടന്റെ ബന്ധം, അങ്ങനെയുള്ള ഇന്നസെന്റ് ചേട്ടനാണെങ്കിൽ അതേപോലെ സംവിധായകൻ മോഹനുമായിട്ടുള്ള രസകരമായിട്ടുള്ള അനുഭവം, ഡേവിഡ് കാച്ചപ്പള്ളി സിനിമ നിർമ്മിച്ചതിന്റെ കഷ്ടപ്പാടുകൾ, ആദ്യകാലത്തുള്ള അഭിനയിക്കാൻ നേരത്തെ നെല്ല് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സൈഡ് റോള് അഭിനയിച്ച കഥകൾ, ഒരു പ്രൊഡക്ഷൻ മാനേജറിന്റെ അസിസ്റ്റന്റിനെ പോലെ ഇന്നസെന്റ് ജോലി നോക്കിയിട്ടുണ്ട്. അന്നത്തെ ആ അനുഭവങ്ങളൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് ഇവരെ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ, ഇവര് സിനിമയ്ക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ, അതൊക്കെ നമ്മളൊരു പ്രചോദനമായിട്ട് തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം.
ഇപ്പം ചേട്ടൻ ഇവരുടെയൊക്കെ ഇന്നസെന്റ് ഏട്ടന്റെ ആണെങ്കിൽ ഇവരുടെയൊക്കെ പേര് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം, നമ്മുടെ ലാലേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ ഇവരുടെ കാര്യമൊക്കെ പറയുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിട്ടാ പറയണ്ടേ. നിങ്ങൾ അത്ര ഇപ്പം ജഗദീഷ് ചേട്ടനാണെങ്കിലും ഇപ്പം ഇന്നസെന്റ് ഏട്ടനാണെങ്കിലും ശ്രീനിവാസൻ സാർ ആണെങ്കിലും ഒക്കെ ഭയങ്കര ക്ലോസ് ആയിരുന്നല്ലോ. അപ്പൊ ഇവരുടെ ഒരു മിസ്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇപ്പം നമുക്കത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ടാവില്ല, ചെറുതായിരിക്കില്ല അത്. ശരിക്കും ആ ഒരു മിസ്സിംഗ് ചേട്ടൻ നോക്കി കാണുമ്പോൾ 100% അവരില്ലാത്തതിന്റെ ഒരു ദിവസം എപ്പോഴെങ്കിലും ഒക്കെ അവർ ഓർക്കാതിരിക്കില്ല. കാരണം അവര് എനിക്ക് തന്ന സ്നേഹം എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അതിനേക്കാൾ ഉപരി ഒരു സഹോദരൻ എന്ന നിലയ്ക്കാണ്. നമ്മുടെ വിദേശ യാത്രയിൽ ഒരുപാട് ഒരുമിച്ച് പോയിട്ടുണ്ട്. ഇന്നസെന്റ് നെൽപ്പള്ളിയിലും ശ്രീനിവാസനും ഞാനും ഒരുമിച്ച് പോയിട്ടുണ്ട്. അവിടെയൊക്കെ എന്റെ സീനിയോറിറ്റി നോക്കിയിട്ടല്ലേ എന്നെയാണ് ഒരു ക്യാപ്റ്റനാക്കി അവർ വെച്ചിട്ടുള്ളത്. കാരണം ഒരു ഡിസിപ്ലിന്റെ കാര്യത്തിൽ രാവിലെ വേണിച്ചേട്ടനും ഇന്നസെന്റേറ്റും ശ്രീനിവാസനും രാവിലെ എത്ര മണിക്ക് നമ്മള് റിഹേഴ്സൽ വരണം ജഗദീഷ്, അതെനിക്ക് തരുന്ന ഒരു ബഹുമതിയാണ്. കാരണം അവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ജൂനിയറാണ്, പ്രതിഭ കൊണ്ടും എന്തുകൊണ്ടും ഞാൻ ജൂനിയറാണ്. പക്ഷെ അവര് എനിക്ക് കൽപ്പിച്ചിരുന്നിരിക്കുന്ന ഒരു സ്ഥാനമാണ്. രാവിലെ എത്ര മണിക്ക് വരണം റിഹേഴ്സൽ. കാരണം വെച്ചാൽ അവരൊക്കെ സ്വല്പം മദ്യപിച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ രാവിലെ റെഡിയായിട്ട് കറക്റ്റായിട്ട് എത്തിക്കോളാം എന്നുള്ള രീതിയിൽ. മാത്രമല്ല എന്തെങ്കിലും മദ്യപാനമൊക്കെ നടക്കുമ്പോ ഞാൻ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഞാൻ പറയും മതി 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 എന്ന് ഞാൻ പറയുമ്പോ അത് അവര് അനുസരിക്കുന്ന ആ മതി എന്ന് പറഞ്ഞാൽ അവര് കുപ്പി അടയ്ക്കുന്നത് എനിക്ക് വലിയ സന്തോഷം. എനിക്ക് തരുന്ന ഇല്ലെങ്കിൽ എന്നല്ല അവര് പറയുന്നത്. അവരതനുസരിച്ച് കുപ്പി അടച്ചിട്ട് നമുക്ക് പിരിയാം എന്ന് പറഞ്ഞ് അത് എന്നില് ഒരു തന്നിരിക്കുന്ന ഒരു വിശ്വാസമാണ്. അവരുടെ ഒരു സഹോദരൻ, ഒരു അനീജൻ എന്ന രീതിയിലുള്ള ഒരു പരിഗണന എനിക്ക് എല്ലാ കാലത്തും അവരെല്ലാം തന്നിട്ടുണ്ട്. അത് ഇന്ന് മിസ് ചെയ്യുന്നുണ്ട്. ഒരു സെറ്റിലുണ്ടെങ്കിൽ അവരുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന സന്തോഷം ഇന്ന് അത് മിസ്സിംഗ് ആണ്, യാതൊരു സംശയം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ February 13 നമ്മുടെ സുഖമാണോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാലന്റൈൻസ് ഡേ കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു സിനിമ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഇറക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെ? ഓക്കെ. അപ്പൊ ദേവിക ഒരു ടീനേജർ എന്ന നിലയ്ക്ക് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? ഞാൻ ഉദ്ദേശിച്ച എന്നെ ഇപ്പൊ ടീനേജർ എന്ന് പറയും. അല്ല ടീനേജർ ആയ സമയത്ത് ഇല്ല, ഒന്നും സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഗാലന്റൈൻസ് ആയിരുന്നു അപ്പം മുതലേ, അപ്പോഴും ഇപ്പോഴും ഒക്കെ അതാ ഗേർലി തിങ്സ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വാലന്റൈൻസ് ഡേ മാറ്റി വെച്ച് നമ്മുടെ സിനിമയിലോട്ട് വരുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ തന്നെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ കുറെ ഹിന്റ് ഇട്ട് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ശരിക്കും ആരാണ് ആത്മാവ്, ആരാണ് മരിക്കുന്നത്, എന്താണ് കഥയിൽ നടക്കുന്നത്, സ്നേഹത്തിന്റെ കാര്യമാണെങ്കിൽ നമുക്ക് കണക്ട് ആവുന്ന കുറെ പോയിന്റ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. February 13 എന്തായാലും തിയേറ്ററിൽ വരുമ്പോൾ ഓഡിയൻസിന് നിങ്ങൾ പറഞ്ഞ അതേ എക്സൈറ്റ്മെന്റ് ഉണ്ടാവട്ടെ. ആ ഒരു ഹാർഡ് വർക്ക് ആൾക്കാരിലേക്ക് എത്തേണ്ട രീതിക്ക് തന്നെ കറക്റ്റ് ആയിട്ട് എത്തട്ടെ. അപ്പൊ സിനിമ കുറെ അധികം റീച്ചിലേക്ക് എത്തട്ടെ. താങ്ക് യു സോ മച്ച്.